ആ വീരതയുടെ കഥ എത്രമാത്രം നമ്മളിൽ സ്വാധീനം ചെലുത്തിയെന്നറിയണമെങ്കിൽ പിൽക്കാലത്ത് മലയാളത്തിൽ വളരെ ഹിറ്റായ ഒരു സിനിമാ പാട്ടുണ്ട്. വയലാർ രാമവർമ്മ എഴുതിയ ഒരു പാട്ട്. കൊതുമ്പുവെള്ളം തുഴഞ്ഞു വരും കൊച്ചു പുലക്കള്ളി, നിന്റെ കൊയ്ത്തരിവാൾ പണിതതേതൊരു കൊല്ലപ്പണിക്കെത്തി. ഇപ്പൊ ആ പാട്ട് എഴുതിയ 2 ജാതി സംഘടനകൾ മിനിമം കേസ് കൊടുക്കും. ഒന്ന് പുലക്കള്ളി എന്ന് വിളിച്ചെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കും, പിന്നെ കൊല്ലപ്പണിക്കെത്തിയുമുണ്ട്. 2 പ്രയോഗം. ഒരു സാധാരണ പെൺകുട്ടി, ഒരു അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, അവൾ കൊതുമ്പുവെള്ളം തുഴഞ്ഞു പോകുന്നത് കാണുമ്പോൾ അവളോട് ചോദിക്കുകയാണ്, നിന്റെ കൊയ്ത്തരിവാൾ പണിതതേതൊരു കൊല്ലപ്പണിക്കെത്തി. അവൾക്ക് വേണമെങ്കിൽ ആ നാട്ടിലുള്ള ഏതെങ്കിലും കൊല്ലപ്പണിക്കെത്തിയുടെ പേര് പറയാം, അല്ലേ? അരിവാള് പണിയുന്നത് അങ്ങനെയാണല്ലോ. പക്ഷേ വയലാർ ആ പെൺകുട്ടിയെ കൊണ്ട് പറയിപ്പിച്ച ഉത്തരം അങ്ങനെയല്ല. ഉണ്ണിയാർച്ച പെണ്ണിന് പണ്ടുറുഞ്ഞു തീർത്ത കൊല്ലത്തി, എന്റെ അരിവാളിന് മൂർച്ച കൂട്ടിത്തന്നത് ഉണ്ണിയാർച്ച പെണ്ണിന് ഉറുഞ്ഞു തീർത്ത കൊല്ലത്തിയാണ്. പഴശ്ശീല തമ്പുരാന് പരിച തീർത്ത കൊല്ലത്തി. പഴശ്ശീല തമ്പുരാന് പരിച തീർത്ത കൊല്ലത്തിയാണ്. നോക്കൂ, ഒരു സാധാരണ പെൺകുട്ടിയുടെ നാവിൻ തുമ്പിലേക്ക് ഒരു കവി ഇറ്റുകൊടുക്കുന്ന ആ വരികളിൽ ഉണ്ടാകുന്ന ദേശീയ വീര്യം, സനാതന ബോധത്തിന്റെ തികവ്, അവൾ ഉയർത്തിപ്പിടിക്കുന്ന വാളിന്റെ പിന്നാമ്പുറത്തുള്ളൊരു ചരിത്രത്തിൽ അവൾ ഊറ്റം കൊള്ളുന്നത് എങ്ങനെയാണ്? ആ സ്വാധീനം പഴശ്ശിപ്പടയ്ക്കുണ്ടായിട്ടുണ്ട്. ഇത്രയും കാലത്തിന് ശേഷം അങ്ങനെ ഒരു പാട്ട് ഉണ്ടാവുന്നുവെങ്കിൽ ആ കാലഘട്ടത്തിൽ എന്തായിരിക്കും പഴശ്ശി തമ്പുരാൻ ഉയർത്തിയ പോരാട്ടത്തിന്റെ വീര്യം?